എല്ലാ പ്രിയപ്പെട്ടവർക്കും ലക്ഷ്മി പൂജ ടാരറ്റ് അബണ്ടൻസിലേക്ക് സ്വാഗതം. റേക്കി പഠനത്തിൽ ചക്രകൾക്ക് വളരെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഓരോ ചക്രയും പല ഡയമെൻഷനിലാണ് പ്രവർത്തിക്കുന്നത്. ശാരീരിക തലത്തിലും മാനസിക തലത്തിലും വൈകാരിക തലത്തിലും ആത്മീയ തലത്തിലും അത് പ്രവർത്തിക്കുന്നു. എല്ലാ ചക്രകളിലും കർമ്മദോഷങ്ങൾ ഡീകോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കർമ്മദോഷങ്ങളൊക്കെ മായ്ച്ച് നിങ്ങളെ ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോവുകയാണ് റേക്കി ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പ്രധാനപ്പെട്ട 7 ചക്രകളെ നമുക്ക് പെട്ടെന്നൊന്ന് പരിചയപ്പെടാം. ഒരു മനുഷ്യന് ബേസിക് നെസസിറ്റീസ് കൊണ്ടുതരുന്ന റൂട്ട് ചക്ര. സാമ്പത്തിക പ്രശ്നമുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഈ ചക്ര ബാലൻസ്ഡ് അല്ല എന്ന്. ഈ ചക്രയുടെ സ്വഭാവം ജീവന്റെ നിലനിൽപ്പാണ്. ഒരാൾ ജീവിക്കണമോ മരിക്കണമോ എന്ന് ഈ ചക്ര തീരുമാനിക്കും. റൂട്ട് ചക്ര അഥവാ മൂലാധാരമാണ് നമ്മുടെ ആദ്യത്തെ ചക്ര. ആസ്വാദനത്തിൻ്റെ തലം സ്വാധിഷ്ഠാനം നമ്മുടെ രണ്ടാമത്തെ ചക്രയാണ്. എന്ത് കണ്ടാലും ആസ്വദിക്കാൻ കഴിയാത്തത് ഈ ചക്ര ബ്ലോക്ക് ആയതുകൊണ്ടാണ്. റൂട്ട് ചക്ര പണം കൊണ്ട് തരുമ്പോൾ അത് എവിടുന്ന് കൊണ്ടുവരുന്നു എന്ന് സ്വാധിഷ്ഠാനമാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ കരിയർ എന്തായിരിക്കുമെന്ന് സ്വാധിഷ്ഠാനം തീരുമാനിക്കും. മണിപ്പൂരക ചക്ര, സിറ്റി ഓഫ് ജുവൽസ്. നമുക്ക് കിട്ടിയ നിധിയാണ് മണിപ്പൂരക ചക്ര. നമ്മൾ കർമ്മനിരതരാകുന്നത് മണിപ്പൂരക ചക്ര ബാലൻസ്ഡ് ആകുമ്പോഴാണ്. മനസ്സിൻ്റെ സ്ഥാനമാണ് മണിപ്പൂരക ചക്രയ്ക്ക്. ഒന്ന് അസ്വസ്ഥമാവുമ്പോൾ വയറ്റിൽ പൊക്കിളിന് തൊട്ട് മുകളിലായി കൈവച്ചാൽ പെട്ടെന്ന് റിലാക്സ്ഡ് ആവുന്നത് അറിയാൻ സാധിക്കും. മനുഷ്യ ശരീരത്തിലെ 4ാമത്തെ പ്രാഥമിക ചക്രമാണ് അനാഹത ചക്രം അല്ലെങ്കിൽ ഹൃദയചക്ര. ഇത് മറ്റുള്ളവരുമായി പങ്കിടുന്ന ആഴത്തിലുള്ള ബന്ധങ്ങളെയും നിരുപാധികമായ സ്നേഹത്തിൻ്റെയും ഇരിപ്പിടമാണ്. ബാലൻസ്ഡ് ആയ അനാഹത ചക്രം നൽകുന്ന സവിശേഷതകൾ പരോപകാരം, തന്നോടും മറ്റുള്ളവരോടുമുള്ള സ്നേഹം, ക്ഷമ, അനുകമ്പ, സന്തോഷം എന്നിവയാണ്. നമ്മുടെ മനസ്സിലെ ശരീരത്തിലെ സാഹചര്യങ്ങളിലെ മാലിന്യങ്ങൾ കളയുവാനായി ത്രോട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്യാം. ഭാഗ്യത്തിൻ്റെ സ്ഥാനവും ത്രോട്ട് ചക്രയാണ്. 5 എലമെൻസും ആജ്ഞാചക്രയിൽ ലയിക്കുന്നു. കമാൻഡിങ് പവർ ഇരിക്കുന്ന സ്ഥലം, ഇൻറ്റ്യൂഷൻ, ഹയർ നോളേജ്, ജീവിതത്തിലേക്ക് ഡയറക്ഷൻ തരുന്ന സ്ഥലം ഒക്കെ ആജ്ഞാചക്രയാണ്. സഹസ്രാര പത്മം അല്ലെങ്കിൽ ക്രൗൺ ചക്ര നമ്മുടെ ആത്മീയതയുടെ സ്ഥാനമാണ്. ഇവിടെ എല്ലാം ലയിക്കുന്നു. എല്ലാ ചക്രയും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ സാധനയും ഈ ചക്രകളെയൊക്കെ ഐക്യത്തിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. റേക്കി പരിശീലിക്കുന്നതിലൂടെ ഫിസിക്കലി സ്ട്രോങ്, മെൻ്റലി ഹാപ്പി, ഇമോഷണലി സ്റ്റേബിൾ, ഫിനാൻഷ്യലി സൗണ്ട്, ഫുൾഫില്ലിംഗ് റിലേഷൻഷിപ്പ് എന്നിങ്ങനെ സമഗ്രമായൊരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനിയും മടിച്ചു നിൽക്കാതെ ഏറ്റവും വേഗം തന്നെ റേക്കി ദീക്ഷ സ്വീകരിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഉണർവും ഉന്മേഷവും നിറയ്ക്കൂ. ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾക്കും ഹീലിങ്ങിനുമായി നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കില്ലല്ലോ. താങ്ക് യു.